ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൺലിമിറ്റഡ് ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്, ലവ്ലോലിക്ക അച്ചാർ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് ലവ്ലോലിക്ക. ലവ്ലോലിക്ക, ലോലോലിക്ക, ലൂബിക്ക എന്നൊക്കെ ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് പത്തനംതിട്ട സൈഡിലൊക്കെ ഇതിനെ ലോലോലിക്ക എന്നാണ് സാധാരണ പറയാറ്. ലൂബിക്കാന്നും ലവ്ലോലിക്കാന്നും ഒക്കെ പറയും. അപ്പൊ ഇത് അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ലവ്ലോലിക്ക നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൂടുതലും താഴെയൊക്കെ വീണ് പോകും. അപ്പൊ താഴെ വീണ് പോകുന്നതൊക്കെ കഴിവതും എടുക്കാതിരിക്കുക. കാരണം നമുക്കിപ്പോ അറിയാലോ, വവ്വാലിന്റെ ഒക്കെ ചപ്പിയതൊക്കെ കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് അതൊന്നും എടുക്കാതിരിക്കുക. അപ്പൊ ഇതുപോലെ ലവ്ലോലിക്ക എടുത്തിട്ട് അതിന്റെ മുകളിലെ ഞെട്ട് കണ്ടില്ലേ, ആ ഞെട്ടൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ക്ലിയർ ആയിട്ട് ലവ്ലോലിക്ക മാത്രമായിട്ട് എടുക്കാം. എന്നിട്ട് ഇത് കുറഞ്ഞത് നമുക്കൊരു 3 വെള്ളത്തിലെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിന്റെ ഇടയിലൊക്കെ പ്രാണികളും അതുപോലെ തന്നെ ചെലന്തുവലയും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ നന്നായിട്ട് ഇതൊരു 3 വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. അപ്പൊ നമ്മൾ നന്നായിട്ട് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് നമുക്കൊരു പാത്രം വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ പുഴുങ്ങിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഇത് ഒന്നായിട്ടിട്ട് പിന്നെ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് അലുത്തെടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതില് ഇത് മുങ്ങിക്കിടക്കാൻ ഭാഗത്തില് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. വെളുത്തുള്ളി നമ്മളൊരു 2ആയിട്ടോ അല്ലെങ്കിൽ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 3ആയിട്ടോ നെടുകെ കീറിയിടുകയാണ്. അങ്ങനെ നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമായ 1 തുടം വെളുത്തുള്ളി, 1 പിടി മുളക്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, കറിവേപ്പില. ഇഞ്ചി കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. അപ്പൊ കഴിയുന്നതും എത്ര ഉണ്ടോ അത്ര ഇടുക. അപ്പൊ നമ്മുടെ ലോലോലിക്ക നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. തിളക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. അടുത്തായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എള്ളെണ്ണയാണ് എടുക്കുന്നത്. എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇപ്പൊ എള്ളെണ്ണ ഉണ്ടെങ്കിൽ ഏത് അച്ചാറിനായാലും എള്ളെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എള്ളെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ കപ്പ് അളവിലാണ് നമ്മൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോ അതിലേക്ക് വലിയ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അടുത്തായിട്ട് ഒരു 6 വറ്റൽമുളക് നമ്മൾ നെടുകെ കീറി ഇട്ട് കൊടുക്കുകയാണ്. ആയിട്ട് പൊടികൾ ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവില് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറിപ്പോകരുത്. ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ൊക്കെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കില്ല, അപ്പൊ വല്ലാതെ കരിഞ്ഞു പോകും. കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റും ഗുണവും നമുക്ക് കിട്ടത്തില്ല. ലാസ്റ്റ് ആയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ലവ്ലോലിക്ക ഒരുപാട് വെന്ത് വരരുത്. നമ്മളൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോരി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളുടെയൊക്കെ മിക്സിലേക്ക് നമ്മൾ കോരി ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വെന്ത് പോകരുത്, വേവാതെ സൂക്ഷിക്കണം. ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം എല്ലാം നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മാറ്റിയതിനു ശേഷം ഇത് നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 1.5 ചേർത്ത് കൊടുക്കാം. നമുക്ക് എപ്പോഴും അച്ചാറിൽ ഒരു ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇപ്പൊ തന്നെ നമ്മുടെ അച്ചാർ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ചാറ് ആവശ്യമില്ലെങ്കിൽ ഇത്രയും കൊണ്ട് തന്നെ നമ്മുടെ അച്ചാർ റെഡിയാണ്. നമ്മൾ കുറച്ച് ചാറായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതായത് കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ ലോലോലിക്ക പുഴുങ്ങിയ ആ വെള്ളം തന്നെ ഒരു 2 തവി അളവില് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് കുറുകി നിൽക്കുന്ന അളവില് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ.
അപ്പൊ വിനാഗിരി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കേടാകാതിരിക്കാൻ കൊണ്ട് ഈ സമയത്ത് നമുക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലവലോലിക്ക അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ കുപ്പിയിലേക്ക് മാറ്റാം. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക്, കുപ്പി നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, വെള്ളംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അച്ചാർ ചീത്തയായി പോകും. അപ്പൊ ദേ നമ്മൾ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുകയാണ്. ഗ്ലാസ് ഭരണി ആയതുകൊണ്ടാണ് കേട്ടോ ചൂടോടുകൂടി ഒഴിച്ചത്. അപ്പൊ ഗ്ലാസ് ഭരണിയിലാണ് നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിക്കാൻ സേഫ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചൂടോടുകൂടി ഒന്നും കോരി ഒഴിക്കരുത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ലോലോലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് കുറച്ചു നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിന്റെ വിശേഷങ്ങള്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.